ഹായ്, ഞാൻ മുഹമ്മദ് റിഫാൻ. സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പറവണ്ണ തേർഡ് എയിൽ പഠിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം. കഥയുടെ പേര് തത്തയും പൂച്ചയും. പണ്ട് ഇല്ലിമുണം കാട്ടിൽ ഒരു തത്ത താമസിച്ചിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ആ തത്ത കുഞ്ഞുങ്ങളെ തനിച്ചാക്കി തീറ്റ തേടിപ്പോയി. കാടിനപ്പുറത്തുള്ള വീടിന്റെ അടുക്കള ഭാഗത്തെത്തി. അവിടെ ഒരു പാത്രത്തിൽ തത്ത പാല് കാണാനിടയായി. ഹായ് പാല്, വേഗം ഇത് കുടിക്കാം. അങ്ങനെ തത്ത പാൽ കുടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന്, നീ എന്നെ പാല് കുടിക്കുമല്ലേ, നിന്നെ ഞാൻ ഇപ്പൊ അകത്താക്കും. അയ്യോ പൂച്ച, വേഗം അവൾ അവിടുന്ന് പറന്ന് രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെട്ടു അല്ലേ, നിന്നെ ഞാൻ എടുത്തോളാം. ആദ്യം ഈ പാലകത്താക്കാം. ഈ പാലിനെ കൂടെ ആ തത്തയും ഉണ്ടെങ്കിൽ കുശാലമായിരുന്നു. അങ്ങനെ 2-3 ദിവസത്തിനുള്ളിൽ അവൻ തത്തയുടെ കൂട് കണ്ടെത്തി. അയ്യോ പൂച്ച, അവളതാ ഇരിക്കുന്നു. അയ്യോ പൂച്ച ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പാവമാണ്. എന്നെ വെറുതെ വിടണം, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്. നന്നായി, ഞാൻ മുകളിലോട്ട് തന്നെ വരാം. അങ്ങനെ പൂച്ച മരപ്പൊത്ത് ലക്ഷ്യമാക്കി മുകളിലേക്ക് കയറാൻ തുടങ്ങി. കയറിക്കൊണ്ടിരിക്കുമ്പോൾ പൂച്ചയുടെ കാലൊരു തേനീച്ചക്കൂടിന്റെ വള്ളിമേൽ തട്ടി. എല്ലാ തേനീച്ചകളും പൂച്ചയെ ആക്രമിക്കാൻ തുടങ്ങി. അയ്യോ വേദനിക്കുന്നു, അയ്യോ വേദനിക്കുന്നു, എന്റെ കുത്തല്ലേ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പൂച്ച താഴോട്ട് വലിഞ്ഞു. പിന്നീട് ആ പൂച്ചയുടെ ശല്യം ഉണ്ടായിരുന്നേയില്ല. കൂട്ടുകാരെ, നമ്മൾ ഈ കഥയിൽ എന്താണ് പഠിച്ചത്? നാം ആരെയും വെറുതെ ശല്യം ചെയ്യരുത്. നന്ദി.